വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ നാട്ടുദൈവവും നായാട്ടുദൈവവുമായ മുത്തപ്പൻ അങ്ങനെയൊരു സവിശേഷമായ ദൈവഭാവനയാണ്. മുത്തപ്പൻ്റെ ഉത്ഭവകഥ അറിയുന്നവർക്ക് മുത്തപ്പൻ വെറും ഒരു സാധാരണ ദൈവമല്ല, സാധാരണക്കാരുടെ ദൈവം മാത്രവുമല്ല, അസാധാരണ മനുഷ്യനാണ്. കീഴാള ജനതയുടെ വിമോചകനാണ്, പണിയെടുക്കുന്നവരുടെ പടനായകനാണ്. സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാം പ്രചരിക്കും മുമ്പേ ഇവിടെ മുത്തപ്പൻ ഒരു അനുഭവ യാഥാർത്ഥ്യമായിരുന്നു. കയ്യൂർ, കരിവെള്ളൂർ, കാവുമ്പായി തുടങ്ങിയ കർഷക സമരങ്ങളാൽ കരുത്താർജിക്കും മുമ്പേയും ഇവിടെ മുത്തപ്പനുണ്ടായിരുന്നു. പ്രാചീനമായ അർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ ആദിവാസികളുടെയും കർഷകരുടെയും നേതാവായിരുന്നു മുത്തപ്പൻ. ആദിമ സമര നായകനാണത്. ആദ്യത്തെ നവോത്ഥാന വിപ്ലവവുമായിരുന്നു ആ വിശ്വാസ ശില്പത്തിന്റെ പ്രതിഷ്ഠ. ആധുനിക കേരള നവോത്ഥാനത്തിന് ശിലപാകിയ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരിത്രത്തിൽ ഇടം നേടേണ്ടിയിരുന്ന ഒരു സാമൂഹ്യ വിപ്ലവമായിരുന്നു കഥയായാലും ചരിത്രമായാലും ഐതിഹ്യമായാലും പുരാവൃത്തമായാലും പറശ്ശിനിപ്പുഴയോരത്തെ മുത്തപ്പ പ്രതിഷ്ഠ. തറയിൽ പെരുവണ്ണൻ എന്ന അവർണനായ തെയ്യക്കാരൻ പറശ്ശിനിപ്പുഴയിലിറങ്ങി ഒരു ഉരുളൻ കല്ലെടുത്ത് കടവിൽ വെച്ച് അതിൽ ചുട്ടമീനും മദ്യവും നിവേദിച്ച് നടത്തിയ മുത്തപ്പ പ്രതിഷ്ഠ ഒരർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ നാരായണ ഗുരുവിന് തുല്യമായി നടന്ന ഒരു ഈഴവശിവ പ്രതിഷ്ഠ തന്നെയാണ്. അവർണരെന്നോ അസവർണരെന്നോ വിളിക്കുന്ന ഒരു ജനതയുടെ ആദ്യത്തെ അവകാശ പ്രഖ്യാപനം തന്നെയാണ് അതും. ബ്രാഹ്മണീയ പൗരോഹിത്യ അധികാരങ്ങൾ കൽപ്പിക്കുന്ന ആരാധനാചാരങ്ങളുടെ ആണിക്കല്ലാണ് അവിടെ പിഴുതെറിയപ്പെട്ടത്. മുത്തപ്പൻ ദൈവമായാലും മനുഷ്യനായാലും വെറും വിശ്വാസമായാലും ഇന്നും വടക്കൻ മനസ്സിനെ മതേതരമായി നിർത്തുന്ന ഒരു ഏകോദര സഹോദര സങ്കല്പമാണ്. അതുകൊണ്ട് ദൈവമില്ലെന്ന് 100 ആവർത്തി പറയുമ്പോഴും മുത്തപ്പനില്ലെന്ന് നമ്മൾ വടക്കർ സമ്മതിച്ചു തരില്ല, വിശ്വാസികളായാലും അവിശ്വാസികളായാലും.